ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ്, കാരമൽ ബ്രെഡ് പോപ്കോൺ. കുട്ടികൾക്കൊക്കെ ഇത് വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. കാരമൽ ബ്രെഡ് പോപ്കോൺ തയ്യാറാക്കാനായി ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓരോ സ്ലൈസും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. വലിയ ക്യൂബ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, ചെറുതായിട്ട് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇത് നല്ലപോലെ ഫ്രൈ ആക്കി ഒന്ന് എടുക്കാം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് ചെയ്യാവൂ കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡ് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, സൗണ്ടൊക്കെ മാറിയില്ലേ? ഇതിൻ്റെ നല്ല ഒരു ഒച്ച കേൾക്കുന്നതുണ്ടോ? ഇതേപോലെ വേണം കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനൊരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മെൽറ്റായി ഒരു ചെറിയ ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു കളർ ചേഞ്ചായി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഗോൾഡൻ കളർ ആവണം കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയുടെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്, അത് മെൽറ്റായി. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറായിട്ട് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസോൾട്ടഡ് അല്ലാത്ത ബട്ടർ ഉപയോഗിക്കാം. ഞാൻ അൺസോൾട്ടഡ് ബട്ടർ ഇട്ടതുകൊണ്ട് അതിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളുപ്പ് മതിയേ. ഇപ്പോൾ ബട്ടർ നന്നായി മെൽറ്റായി അതിലേക്ക് ചേർന്നു. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല കളറ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. എന്നിട്ട് വേഗം ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം കാരമലൈസ് ചെയ്തിരിക്കുന്ന ഈ സിറപ്പ് വേഗം കട്ട പിടിക്കും. അപ്പോഴേക്കും നമ്മൾ ഈ ബ്രെഡ് ക്യൂബ്സൊക്കെ നമ്മൾ ശരിക്കും ഇതിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിതിങ്ങനെ ഇപ്പോൾ ഇത് പകർത്തിയെടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഈ സിറപ്പിലിട്ടത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല ക്രിസ്പിയായി മാറും കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ലതുപോലെ ക്രിസ്പിയായി. നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ നോക്കിയേ, കണ്ടോ, എല്ലാം നല്ല ക്രിസ്പിയായി കിട്ടി. കണ്ടോ, അതുകൊണ്ട് നിങ്ങൾ ഷുഗർ സിറപ്പിൽ നിന്ന് എടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് ഇരിക്കുമ്പോൾ ഒന്നും വിചാരിക്കണ്ട. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കാം. നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ? വളരെ ക്രിസ്പിയാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പോപ്കോൺ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.